4.5 ലക്ഷം വിദ്യാർത്ഥികൾ എക്സാം എഴുതി കാത്തിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അവരുടെ റിസൾട്ട് വരും. SSLC റിസൾട്ട് വരും. എല്ലാ റിസൾട്ടുകളും അനുകൂലമാകണമെന്നില്ല. എല്ലാവരുടെയും റിസൾട്ടുകൾ വേണ്ടതുപോലെ ഫുൾ A+ ലഭിക്കണമെന്നില്ല. ചില ആളുകളുടെ റിസൾട്ടുകൾ ഉദ്ദേശിച്ചതിൽ ഉപരി നല്ല മാർക്കുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ ചില ആൾക്കാരുടെ റിസൾട്ടുകൾ, ചില വിദ്യാർത്ഥികളുടെ, ചില സ്റ്റുഡൻസിൻ്റെ റിസൾട്ടുകൾ പ്രതീക്ഷിച്ചതുപോലെ മാർക്ക് കാണണമെന്നില്ല. മാർക്ക് ലഭിക്കാത്തതിൻ്റെ പേരിൽ സങ്കടപ്പെടുകയോ മാർക്ക് പ്രതീക്ഷിച്ചതിൽ കൂടുതൽ കിട്ടിയതിൻ്റെ പേരിൽ അമിതാഘോഷമൊന്നും പാടില്ല. കാരണം എന്താണെന്നറിയുമോ? മാർക്ക് ലഭിക്കുന്നത്, മാർക്ക് നഷ്ടപ്പെടുന്നതൊക്കെയും നമുക്ക് പരീക്ഷയിൽ നിന്നുള്ളൊരു വിജയത്തിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പഠിച്ചതിലുള്ള റിസൾട്ട് അല്ല അത്. ധാരാളം നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നു, പക്ഷേ എക്സാം എഴുതുന്നത് ചില വിഷയങ്ങൾ മാത്രമാണ്, ചില കാര്യങ്ങൾ മാത്രമാണ്. A to Z എല്ലാ വിഷയവും പൂർണ്ണമായി നമ്മൾ എക്സാം എഴുതുന്നില്ല. പഠിക്കുന്ന ഭാഗങ്ങൾ പൂർണ്ണമായി എക്സാമിന് വരുന്നില്ല. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് എക്സാമിന് വരുന്നത്. അതുമാത്രമല്ല, നമുക്ക് എക്സാമിൽ എഴുതാതെയും നമുക്ക് CE മാർക്കിലൂടെയും മാർക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പഠിച്ചത് മാത്രമാണ് പരീക്ഷയിൽ മാർക്ക് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ പലർക്കും അത്ര മാർക്ക് ലഭിക്കാൻ സാധ്യതയില്ല. കാരണം പഠിച്ചതനുസരിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് മാർക്കേ കിട്ടാനുള്ളൂ ചില ആളുകൾക്ക്. എന്നാൽ ചില ആളുകൾ നന്നായി പഠിച്ചിട്ടുണ്ട്, അപ്പോൾ ഇതൊന്നും പോരാ അവർക്ക് മാർക്ക്. എന്നാലും പ്രശ്നമാക്കേണ്ടതില്ല. കാരണം നമ്മൾ പഠനത്തിനെ അളക്കുന്ന ഒരു റിസൾട്ട് അല്ല SSLC റിസൾട്ട് എന്നത്. ആരും നൊമ്പരപ്പെട്ട് പ്രയാസപ്പെടേണ്ടതില്ല. SSLC റിസൾട്ടുകൾ എല്ലാവർക്കും അനുകൂലമാവുകയും പ്രതികൂലമാവുകയും ചെയ്യാം. ഇതിൻ്റെ പേരിൽ ആരും ശങ്കിക്കേണ്ടതില്ല. കൂടുതൽ മാർക്ക് കിട്ടിയതിൻ്റെ പേരിൽ അമിതമായി ആഘോഷിക്കുകയും മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ദുഃഖിക്കുകയും ചെയ്യരുത്. അരുത് മക്കളെ, അരുത്. ആത്മഹത്യ അരുത്. ഇപ്പോൾ അതാരും പറയാനില്ല. കാരണം ആത്മഹത്യകൾ ഇല്ലാത്ത ലോകമാണ്. പുതിയ കാലഘട്ടത്തിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കളെല്ലാവരും പ്രബുദ്ധ ബുദ്ധിജീവികളായിട്ടുണ്ട്, പ്രബുദ്ധമായിട്ടുണ്ട്. അവരതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ ആരും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറില്ല. പഴയ കാലഘട്ടം നോക്കിയാൽ ആത്മഹത്യ, SSLC റിസൾട്ട് എന്ന് പറയുമ്പോൾ അന്നൊരു പേടി സ്വപ്നമാണ്. പലരുടെയും മക്കൾ നഷ്ടപ്പെടുന്ന ഒരു ദിവസമാണ്. ദുഃഖങ്ങൾ കടിച്ചിറക്കുന്ന രക്ഷിതാക്കൾ ദുഃഖങ്ങൾ കടിച്ചിറക്കുന്ന ഒരു ദിവസമാണ് അന്നത്തെ ദിവസം. SSLC റിസൾട്ട് പഴയ കാലങ്ങളിലൊന്നും ഇപ്പോഴത്തെ പോലെ 90% കേവലം ചില വ്യക്തികൾ മാത്രം പാസ്സാകുന്നൊരവസ്ഥയാണ് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നത്. ആദ്യം മാർക്കായിരുന്നു SSLCയിൽ പരിഗണിച്ചിരുന്നത്. ഇപ്പോൾ മാർക്കല്ല, ഗ്രേഡാണ് പരിഗണിക്കുന്നത്. വർഷങ്ങളായി ഗ്രേഡാണ് പരിഗണിക്കുന്നത്. അതുതന്നെ കഴിഞ്ഞ വർഷം SSLC റിസൾട്ട് നോക്കുകയാണെങ്കിൽ 4,19,554 പേർ SSLC ചെയ്തിട്ട് 99 പേർ SSLCയിൽ നിന്ന് വിജയം ലഭിച്ചിട്ടുണ്ട്. 99% SSLCയിൽ വിജയം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പത്തെ വർഷങ്ങളിലൊക്കെയും 4.5 ലക്ഷത്തോളം ആളുകൾ എക്സാം എഴുതിയിട്ട് 99.26% SSLC വിജയമുണ്ടായിട്ടുണ്ട്. 2021 കൊറോണ കാലഘട്ടമാണ്. അന്ന് SSLC എഴുതിയിട്ട് ഏകദേശം 100% എന്ന് തന്നെ പറയാം. 99.47% പേർ SSLCയിൽ വിജയിച്ചിട്ടുണ്ട്. 2020 98%, 98.82% പേർ SSLCയിൽ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ കാലഘട്ടത്തിൽ, പുതിയ വർഷം 2024 ഏകദേശം 4.5 ലക്ഷം ജനങ്ങൾ SSLC എഴുതുന്നു. 4.5 ലക്ഷം വിദ്യാർത്ഥികൾ SSLC എഴുതി റിസൾട്ട് കാത്തിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥികളുടെ മനസ്സിന് കുളിർമയേകുന്ന റിസൾട്ടുകൾ വന്നേക്കാം. പ്രതീക്ഷിച്ചതിലുപരി മാർക്ക് ലഭിക്കുന്ന സന്തോഷമുള്ള റിസൾട്ടുകൾ വന്നേക്കാം. ഒരുപക്ഷെ പ്രതീക്ഷിച്ചതുപോലെയുള്ള മാർക്കൊന്നും കാണാത്ത റിസൾട്ടായിരിക്കാം. എന്ത് വന്നാലും സമാധാനത്തോടുകൂടെ, ശാന്തിയോടുകൂടെ, സ്നേഹത്തോടുകൂടെ കുടുംബത്തോടൊപ്പം ജീവിക്കുക. ഇനിയും പഠിക്കണം മക്കളെ. പഠനം എന്നുള്ളത് നമുക്കൊരു പാൽപായസമാകണം. SSLC പഠിക്കാനുള്ളതിൻ്റെ പ്രാഥമിക സ്റ്റെപ്പാണ്. ഇനിയും ധാരാളം പഠിക്കാനുണ്ട്. +2 എടുക്കണം. എല്ലാവരും +2വിന് അപേക്ഷിക്കണം. നമ്മുടെ കേരളത്തിൽ ഈ 4,26,000 സംതിങ് ആളുകൾ എക്സാം എഴുതുന്നുണ്ട്. ഇനി റിസൾട്ട് വന്നാൽ നമുക്ക് എത്ര പേര് ജയിക്കുമെന്നറിയില്ല. ഏകദേശം ആളുകളും ജയിക്കും. 99% എന്തായാലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്രയും ശതമാനം ആളുകൾ ജയിക്കുമ്പോൾ
ഇവർക്കൊക്കെയും അഡ്മിഷൻ നമ്മുടെ കേരളത്തിൽ ഇല്ല എന്നുള്ളത്, സർക്കാർ സ്കൂളുകളില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കോളേജുകളുണ്ട്, മറ്റു ക്യാമ്പസുകളൊക്കെ ധാരാളം ഉള്ളത് കൊണ്ട് അങ്ങോട്ടൊക്കെ അവസരങ്ങളുണ്ടാകും. എന്നാലും കുറഞ്ഞ പേർക്ക് +1 സർക്കാർ സ്കൂളുകളിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയുള്ളൂ. ലഭിക്കേണ്ടവർക്ക് പലർക്കും ലഭിക്കുകയില്ല. അതിന് സർക്കാരുകളോട് നിവേദനം നൽകിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ, കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ നേതൃത്വവും അതുപോലെ തന്നെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും അതുപോലെയുള്ള മറ്റു സംഘടനകളുടെയൊക്കെ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ആവശ്യം പരിഗണിക്കാറുമുണ്ട്. 2, 3, 4, 5 തവണ അലോട്ട്മെൻറ്റ് വന്നുകൊണ്ട് പരമാവധി സീറ്റുകൾ കൊടുക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടുമുണ്ട്. എന്നാലും മലബാറിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ സീറ്റുകളുടെ എണ്ണം, ലഭ്യത വളരെ കുറവാണ്. കാരണം മറ്റു ജില്ലകളിൽ, മലബാർ ഇതര ജില്ലകളിൽ ഈ സീറ്റുകൾ ഉള്ളതുപോലെ, അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലുള്ള സീറ്റുകളെ പോലെ എണ്ണം അനുസരിച്ച് ഇവിടെ കൊടുത്താൽ പോരാ, ശതമാനം നോക്കേണ്ടതുണ്ട്. കാരണം SLC എഴുതുന്നവരിൽ ഭൂരിപക്ഷവും എന്ന് പറയാം പകുതിയിലധികവും മലബാർ ഭാഗത്ത് നിന്നുള്ളവരാണ്. അവർക്ക് വേണ്ട കോളേജുകൾ, അവർക്ക് വേണ്ട സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അവർ പിന്നെന്ത് ചെയ്യുന്നു? പിന്നെ ഏതെങ്കിലും ഭൗതിക കോളേജിൽ നിന്ന് പ്രൈവറ്റായവർ പഠിക്കേണ്ടി വരുന്നു. നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ വളരെ കുറവാണ്. മലബാർ മേഖലകളിൽ +2-ന് +1-ന് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് കുറഞ്ഞ പേർക്ക് മാത്രമാണ്. സർക്കാർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നറിയാൻ കഴിയും. എന്നാലും ഇനിയും ഒരുപാട് സർക്കാർ ഈ വിഷയത്തിൽ മുന്നേറേണ്ടതുണ്ട്. മലബാറിൽ മാത്രം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എക്സാം എഴുതുന്നുണ്ട്. അവർക്കൊക്കെ നല്ല വിജയവും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ മലബാറിൽ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് +2-ൻ്റെ സീറ്റ് കുറച്ച് അധികം ഉണ്ടാക്കണമെന്ന്, +1-ൻ്റെ സീറ്റ് കുറച്ച് അധികരിപ്പിക്കണമെന്ന് സർക്കാരുകളോട് പണ്ഡിതന്മാർ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ, നമുക്കുതകുന്ന നല്ല കോളേജുകൾ, നല്ല സ്ഥാപനങ്ങൾ നമുക്ക് മുന്നിലുണ്ടാകാം. അതിലേക്ക് ആവശ്യമായ സാഹചര്യത്തിൽ അതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നാഥൻ നല്ല വിജയം നൽകുമാറാവട്ടെ.